എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും വളരെ ഈസി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ആവിയിൽ വെന്ത നാടൻ പലഹാരമാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ കറി പോലും വേണ്ട കഴിക്കാനായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഭവത്തിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ആവി പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 50 ഗ്രാം അളവില് തുവരപ്പരിപ്പും 50 ഗ്രാം അളവിൽ തന്നെ കടലപ്പരിപ്പും നല്ലതുപോലെ കഴുകി ഒരു 2 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. പലഹാരത്തിന്റെ പാചകം എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ളത്. വെള്ളത്തിൽ കുതിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. അങ്ങനെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുള്ള പരിപ്പാണിത്. ഇനി ഒരു പാത്രം എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് 2 കപ്പ് അളവില് വെളുത്ത അവില് ചേർക്കാം. ഈ ഒരു അവില് ഒരു 150 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അവിലൊന്ന് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതിന്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. അവില് കഴുകി ഞാൻ ഇതുപോലെ വെള്ളം ഒന്ന് വാലാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സർ ജാർ എടുത്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി എടുത്തിട്ടുള്ള പരിപ്പ് വാരിയിട്ട് കൊടുക്കാം. പരിപ്പ് മുഴുവനും ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, ഒരു 10 ചെറിയുള്ളി വെളുത്തുള്ളി, 6 വറ്റൽ മുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇത്രയും ആയാല് നമുക്കിതൊന്ന് കറക്കി എടുത്തിട്ട് വരാം. ഇതുപോലെ ഞാനിവിടെ കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ പരിപ്പ് അരച്ചത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കുതിർത്തി എടുത്തിട്ടുള്ള അവില് വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. 1/2 കപ്പ് നാളികേരം തിരുമിയത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായി കട്ട് ചെയ്തത് ചേർക്കാം. ഒരു ക്യാരറ്റ് പൊടിയായി കട്ട് ചെയ്തത് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. കുറച്ച് കായപ്പൊടി കൂടെ ചേർക്കാം. നല്ലൊരു ഫ്ലേവറിനാണ് കായപ്പൊടി ചേർക്കുന്നത്. ഇതിന്റെ മേലെയായിട്ട് കുറച്ച് കടുകും ഉഴുന്ന പരിപ്പും കൂടെ മൂപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൈകൊണ്ട് ഒന്ന് കൂട്ടി കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയില ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നില്ല. ഉരുട്ടി നോക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവുകയാണെങ്കിൽ കുറച്ച് വറുത്ത അരിപ്പൊടി കൂടി ചേർത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ടും. ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ സാധിക്കുവാണെങ്കിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ളൊരു പരുവമാണ്. ഇനി നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയതിനു ശേഷം ഒരു ആവിപ്പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി പലഹാരം വേവിച്ചെടുക്കാനായിട്ട് ഒരു ആവിപ്പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ആ ഒരു തട്ടിന്റെ മേലെയായിട്ട് അല്പം എണ്ണയെല്ലാം പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല പോലെ ഒന്ന് ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടിയെടുത്തിട്ടുള്ള ബോളുകൾ ഈ ഒരു ആവിപ്പാത്രത്തിലേക്ക് മാറ്റി വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു ഷേപ്പിലാണ് ഒന്ന് ഉരുട്ടിയെടുക്കുന്നത്. പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എടുത്തിട്ടുള്ള ഓരോ ബോളും പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഉരുട്ടി ഒന്ന് അടച്ച് മൂടി വെച്ചതിന് ശേഷം കുറച്ച് ബാലൻസും കൂടെ നമുക്കിതുപോലെ തന്നെ ഉരുട്ടി വെക്കണം. ഇപ്പോൾ നമ്മൾ ഇതിന്റെ മേലെയായിട്ട് ഉരുട്ടി വെക്കുവാണെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ആവി കയറിയതിന് ശേഷം ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഉരുട്ടി വെക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ആവി കയറ്റാൻ വെച്ചിട്ടുള്ളത് ഒന്ന് ആവി കയറി വന്നിട്ടുണ്ട്. വീണ്ടും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ മേലെയായിട്ട് ബാക്കിയുള്ളത് കൂടെ ഉരുട്ടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പലഹാരവും ഞാനിവിടെ ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പലഹാരം വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പലഹാരത്തിനെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. എല്ലാം നല്ല പോലെ തന്നെ ഇവിടെ വേവായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പലഹാരത്തിന്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും എല്ലാവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതുമായ ആവിയിൽ വെന്ത നാടൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ഇതുപോലൊന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.